ആവണം. ഉമറാഹിന്റെ സാഹിയത്ത് എന്ന് പറഞ്ഞാൽ ഉമറാഹ് പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയല്ല വേണ്ടത്. ഉമറാഹ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാര് പറയുന്നത് പൂർണ്ണമായി അനുസരിച്ചു കൊണ്ടിട്ട് അതിനെ പ്രവർത്തിക്കാൻ ഉമറാഹ് തയ്യാറാവണം. അതാണ് ഉമറാഹ് ചെയ്യേണ്ടത്. നിങ്ങൾ അറിഞ്ഞില്ലേ, മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അവര് സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ഖജാൻജി ആയിരുന്നു. അതോടുകൂടി പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ പ്രസിഡന്റുമായിരുന്നു. അവര് ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് CH മുഹമ്മദ് കോയ സാഹിബ് തങ്ങളോട് പറഞ്ഞു, ഈ സ്ഥാപനം നമുക്കൊരു അറബി യൂണിറ്റിന്റെ സ്ഥാപനമാക്കി മാറ്റാലോ, അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ചെയ്തു തരാം. അപ്പോ തങ്ങൾക്കും തോന്നി അത് കുഴപ്പമില്ല എന്നുള്ളത്. തങ്ങൾ അറബി മുൻഷിമാർക്കുള്ള എല്ലാ പുസ്തകങ്ങളും അന്ന് ഹഫ്ളുൽ ഉലമ വരെയുള്ള എല്ലാ പുസ്തകങ്ങളും ഒരു പെട്ടിയിലാക്കി പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ കൊടുത്തയച്ചു. ശംസുലമനോട് പറഞ്ഞു, നിങ്ങൾ ആ പുസ്തകമൊക്കെ നോക്കണം, എന്നിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിലബസ് ഒന്ന് മാറ്റി ഈ നിലക്കുള്ള ഒരു അറബി യൂണിറ്റിന്റെ സ്ഥാപനമായി കൊണ്ട് അത് മാറ്റാം, അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്തു തരുമെന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ ഉമറാഹിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ ആറ്റുകൾ പൂർണ്ണമായി കൊണ്ടിട്ട് സ്വീകരിച്ചു കൊണ്ടിട്ടാണ് അവരൊക്കെ നിന്നത്. അങ്ങനെ ഈ ഒരു 2-3 മാസത്തോളം ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമന്റെ റൂമിൽ ഈ പുസ്തകത്തിന്റെ കെട്ടോടെ കൊണ്ടുവച്ചു. മൂപ്പരത് എടുത്ത് നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ പലപ്പോഴും തങ്ങൾ ചോദിക്കുമ്പോൾ പറയും തങ്ങളോട്, ഞാനത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് തങ്ങളെന്നാ പറയാം തങ്ങൾ ശംസുലമ. അപ്പൊ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമായ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവർകളെ ബഹുമാനപ്പെട്ട തങ്ങള് ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ വലിയ മഹാന്മാര്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട വാഫി തങ്ങൾ എന്ന് പറഞ്ഞത്. തങ്ങളെ പാണ്ഡ്യാരിയിലേക്കൊന്ന് സൽക്കരിച്ചു ശംസുലമനെ. അന്ന് ഇന്നേമാതിരിക്ക് കോഴികളൊന്നും സുലഭമായി കിട്ടുന്നതല്ല, ഏതെങ്കിലും പൊലയിൽ വളർത്തുന്നവര് നാടൻ കോഴിയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു കോഴിനൊക്കെ അറുത്ത് പത്തിരിയൊക്കെ ചുടിപ്പിച്ച് തങ്ങൾക്ക് ശംസുലമക്ക് വലിയ ഭക്ഷണമൊക്കെ കൊടുത്തു. അതിന്റെ ശേഷം പറഞ്ഞു, തങ്ങളിപ്പോ അത് ആലോചിച്ചോ, എന്ത് നിങ്ങൾ ആലോചിച്ചു എന്ന് ചോദിച്ചു. അപ്പോ ശംസുലമ അപ്പോഴും തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഞാൻ അത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്ന് പറഞ്ഞു. അപ്പോ ഇപ്പോഴും അത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേ തങ്ങൾ തന്നെ ആളെ പിടിച്ചോളി. അഭിനന്ദരായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പൊ തങ്ങളോട് ശംസുലമ പറഞ്ഞു, ഞാൻ ഇപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ ചോദിച്ചു ശംസുലമനോട്, നിങ്ങൾ എന്താണ് ഈ ആലോചിക്കണമെന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കുന്ന 2 സംഗതിയാണ് തങ്ങളെന്ന് പറഞ്ഞു. ഒന്ന്, ഈ അറബി മുൻഷിമാർക്കുള്ള ഈ പുസ്തകങ്ങൾ അവിടെ വായിപ്പിച്ചു കൊടുക്കണ ഒരു കോളേജായി അത് മാറ്റുകയാണെങ്കിൽ ഞാനിഞ്ഞിപ്പോ എവിടുക്ക, എനിക്കൊരു പണിയാണല്ലോ, അപ്പൊ ആ പണിക്ക് എവിടുക്ക ഇനി പോകാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കണ ഒന്നെന്ന് പറഞ്ഞു. കാരണം മൂപ്പര് അതിനാവശ്യമില്ല. ശംസുലമയെ പോലത്തെ ഒരു വലിയ പണ്ഡിതൻ വായിച്ചു കൊടുക്കേണ്ട ഒരു പുസ്തകങ്ങളല്ല അതൊന്നും. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഞാൻ ഇനി എവിടുക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ് ഒന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണത് എന്ന് പറഞ്ഞു. മറ്റൊന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങൾ ഈ വർത്താനം പറഞ്ഞല്ലോ എന്നുള്ളതാണ്. കാരണം തങ്ങൾ കോളേജിൽ വന്നാൽ കുട്ടികളോട് ഉപദേശിക്കണ ഉപദേശമുണ്ട്. വാഫക്കി തങ്ങൾ കുട്ടികളോട് പറയും, ഇവിടം വരെ കൊടുക്കണമെന്ന് പറയും. അതേമാതിരി കൈ ഫുൾ കൈ ഇടണമെന്ന് പറയും. അങ്ങനെ തുണി ഇങ്ങനെ എടുക്കണമെന്ന് പറയും. തലീകെട്ട് ഇങ്ങനെ കെട്ടണമെന്ന് പറയും. ഇതൊക്കെ നിർദ്ദേശിക്കണ തങ്ങളാണ്. അപ്പൊ തങ്ങൾ എങ്ങനെ ഇത് പറഞ്ഞാല് ഇവിടുന്ന് അഫ്ളുൽ ഉലമക്ക് കുട്ടികളെ വായിപ്പിച്ചു കൊണ്ടിട്ട് അവരെ നമ്മൾ മുൻഷിമാരാക്കി വിട്ടാൽ അവർ സ്കൂൾക്ക് ചെല്ലുമ്പോൾ തങ്ങളെ ഈ രൂപമൊക്കെ അവർക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് തങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് രണ്ടാമത് ഞാൻ ആലോചിക്കുന്നത്. ഈ 2 ആലോചനയാണ് എനിക്കുള്ളത്. അതാണ് ഞാൻ ഇന്നേ വരെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ, ശംസുലമനെ വേഗം മൂപ്പരെ പരി കൊണ്ടാക്കാൻ പറഞ്ഞു. അതിന്റെ ശേഷം പട്ടിക്കാട് ജാമിയ നൂരിയയിൽ വിളിച്ചു പറഞ്ഞു. അന്ന് എല്ലായിടത്തും ഒന്നും ഫോണില്ല, ഈ മറ്റേ ഫോൺ മാത്രമേ ഉള്ളൂ. അങ്ങനെ മൂപ്പര് വിളിച്ചു പറഞ്ഞു, ഈ ലാൻഡ് ഫോൺ മാത്രമുള്ള കാലമാണ്. മൂപ്പരെ വിളിച്ചു കണ്ട് പറഞ്ഞു, മൂപ്പര് വരുന്നതിന് മുമ്പ് ആ റൂം തുറന്നിട്ട് ആ പുസ്തകങ്ങളൊക്കെ അവിടുന്ന് ഒഴിവാക്കണം. ഇതാണ് ഉമറാഹ് ചെയ്യേണ്ട കർത്തവ്യം എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഉലമാവിൻ്റെതായ സ്വഭാവത്തിൽ ആ ഉലമാവ് നിൽക്കണം. ആ ഉലമാവിന്റെ സ്വഭാവം എന്താവണം? അത് ദീനിന്റെ സ്വഭാവമാവണം ഉലമാവിൽ നിന്നുണ്ടാവേണ്ടത്.
ഉമറായിൽ നിന്നുണ്ടാവേണ്ടതോ ഉമറായിന്റെ സലാഹിയത്ത് എന്ന് പറഞ്ഞാൽ ഉലമാവിന്റെ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉലമാവിനോട് കൂടെ നിന്നും കൊണ്ടിട്ട് ഈ സമുദായത്തിനെ സമുദ്ധരിക്കാൻ ആവശ്യമാവുന്നതായ പ്രവർത്തനങ്ങൾ നടത്തുക. അതാണ് ഉമറായിൽ നിന്നുണ്ടാവേണ്ടത്. ആ നിലക്ക് സംയോജിച്ചു കൊണ്ടിട്ട് പോയാൽ മാത്രമേ ഈ ഉമ്മത്തിനെ നല്ല ദിശയിൽ നല്ല സരണിയിൽ കൂടി അതിനെ തെളിച്ചുകൊണ്ടാകാൻ നമുക്ക് സാധിക്കുള്ളൂ. അതില്ലാന്നുണ്ടെങ്കിൽ ഉലമാവിനിക്കും ഉത്തരവാദിത്തമുണ്ട്, ഉമറാവിനിക്കും ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ഉമറാ ഈ രണ്ടു കൂട്ടരും ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മളിലുള്ളത് എന്ന് മനസ്സിലാക്കി കൊണ്ടിട്ട് ഈ സമുദായത്തെ സമുദ്ധരിക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളോട് പൂർണ്ണമായും കൊണ്ട് ഒട്ടിയൊന്നും കൊണ്ടിട്ട് ആ പൂർണ്ണമായി അംഗീകരിച്ചു കൊണ്ടിട്ട് പ്രവർത്തിക്കാനും വേണ്ടി ഇവിടെ കൂടിയതായ ഉമറാക്കന്മാരെ നിങ്ങൾ സന്നദ്ധരാവണം. ആ നിലക്കുള്ള പ്രവർത്തനമാവണം നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടത്. നാട്ടിലൊക്കെ വിദഗ്ധ പ്രസ്ഥാനങ്ങളെ അവർക്കുള്ളതായ കടന്നുകയറ്റം വരുമ്പോൾ അതിനെതിരിൽ ശ്രദ്ധിക്കാതെ അത് കണ്ണു ചിമ്പുന്നതായ ഒരു പ്രവണത പല ഉമറായിലുണ്ട്. ആ ഒരു അവസരം അത് നമ്മൾ